നമസ്കാരം. ഇമ്മിണി വലിയൊരു ഫാന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിവേകേട്ടാ, അമ്മു, സൗഭാഗ്യ. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലെ ആദ്യത്തെ ഫാനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആഞ്ചൽ. നമ്മുടെ ഉർവശി ഫാനായ ആൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരെങ്ങനെ സാരിയൊക്കെ ഉടുപ്പിച്ചു തന്നെ? അത് എൻ്റെ അമ്മച്ചിയും എൻ്റെ അമ്മയും കൂടെ. നമ്മ കൊടുത്താൽ പോലും ഇത്ര ഭംഗിയിൽ സാരി ഇരിക്കില്ല. അതാണ് അതിശയിപ്പിക്കുന്നത്. ശരിക്കും നമ്മളെ ഉർവശി ചേച്ചി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇരിപ്പുണ്ട്. ഉർവശി ചേച്ചിയുടെ എന്ത് പെർഫോമൻസ് ആണ് മോൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഉർവശി ആൻറ്റിയുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയിലെ തലയണ മന്ത്രത്തിനകത്തെ കുറച്ച് സീനുകൾ അതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഉർവശി ചേച്ചിയുടെ ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് ആൻ ഇവിടെ നിൽക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായിട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. കൊച്ചെ കൊച്ചെ ഒന്ന് നിന്നേ. നമ്മുടെ ഈ മേസ്ത്രിയുടെ വീട് ഏതാ? മേസ്ത്രിയോ? ആ, ഈ കെട്ടിടം പണിയൊക്കെ മേൽനോട്ട് നടത്തുന്ന മേസ്ത്രി ഇവിടെ അടുത്തെവിടെയാണ്. സുകുമാരൻ, ഭാര്യയുടെ പേര് കാഞ്ചന. ആ കാണുന്നത് തന്നെയാ. ഓ തള്ള വന്നു. നിന്നോട് പോവല്ലേ പറഞ്ഞേ? പോവാൻ കെട്ടുമുട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാം മനുഷ്യന് നേരം കടത്താനായി. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലടി മോളെ അമ്മായി വന്നത്. ഓ പിന്നെ ഒരാളുടെ ശല്യം വേണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെയും സ്വരം തല്ലാന്ന് വെച്ചാ ഇവിടെ താമസിക്കുന്നതേ നല്ല അന്തസ്സുള്ളവരാ. ഈ കാലത്തിലാണ് നിങ്ങൾ സുഖേട്ടൻ്റെ ബന്ധു എന്നറിഞ്ഞാൽ പിന്നെ സുഖേട്ടൻ ജീവിച്ചെന്നിട്ട് കാര്യമില്ല. അതിന് മാത്രം എനിക്ക് എന്താടി ഒരു കുറവ്? നിങ്ങളാ പോവാൻ പറഞ്ഞത്. എടി, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെങ്കോതനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളർത്തിയുള്ളാടി ഞാൻ. അപ്പുറത്തപ്പുറത്തുള്ളവർക്ക് കേക്കല്ലുണ്ട്. ഈശ്വരാ, കേക്കട്ടടി, എല്ലാവരും കേക്കട്ടെ. നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ചേട്ടനീമാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത നിനക്ക് ഞാൻ വെച്ചണ്ടടി. അമ്പടി, നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ? വേണ്ട വേണ്ട, ഈ കരച്ചിലും പേച്ചിലും ഞാൻ കുറെ കണ്ടതാണ്. സുഖേട്ട, ഞാൻ മനഃപൂർവ്വം, എനിക്ക് സുഖേട്ട മാത്രമല്ലേ ഉള്ളൂ. നീയാണ് എന്നെ കള്ളനാക്കിയത്. ഒരിക്കോ ഇനി ഒരിക്കലും ഇനി എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ചേട്ടനില്ലേ? സുഖേട്ടൻ അല്ല, ഒന്ന് വിളിച്ച തിരക്കില്ലായിരുന്നു. സുഖേട്ടൻ ഇവിടെ ഇല്ല. പോലീസ് ലോക്കപ്പിലാണല്ലേ? ഞങ്ങളെ തമ്മിലടുപ്പിച്ച് വിജയിച്ച മട്ടിലെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അത് പോലീസ് ലോക്കപ്പിലേക്കുള്ള പോക്കായിരിക്കുന്നു തീരെ കരുതിയില്ല. പൊറുക്കണം, മാപ്പാക്കണം. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ചേച്ചി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. കഴിഞ്ഞെല്ലാം മറക്കുമെങ്കിൽ എന്നോട് പൊറുക്കണം. ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കാരണം കറക്റ്റ് നോക്കുക, ശ്രീനിവാസൻ ഉർവശി ആ ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എന്തായാലും നമുക്ക് ചേട്ടനോടും ചേച്ചിമാരോടും ചോദിക്കാം. അമ്മു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. മോന്റെ പേരെന്താ?
ആന്റണി ഷൈൻ. കാണുന്ന പോലെയല്ല. ആന്റണി ഷൈൻ. ആന്റണി ഷൈൻ. ആന്റണി നന്നായിരുന്നു. ശരി. എന്താണ് നീ ഇടയ്ക്കിടയ്ക്ക് മുഖം പൊത്തുന്നത്? ചെറിയ ശരീരം വലിയ പേര്. വലിയ മീശി. മോളുടെ പേരെന്താ? ആൻമരിയ. നന്നായിരുന്നു. ലൈക്ക് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പാട്ട് നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ഈ ഒരു ആക്ടർ നല്ലോണം കോംപ്ലിമെന്റ് ചെയ്തു. ഇതാരാ കോറിയോഗ്രാഫ് ചെയ്തത്? എൻ്റെ അമ്മയും പിന്നെ ഞാനും കൂടെ ഒന്ന് ചെയ്തതാണ്. അപ്പോൾ അമ്മ എനിക്ക് അതിൻ്റെ ഭാവം ഇതൊക്കെ പറഞ്ഞു തന്നു. എക്സ്പ്രഷൻ വാസ് എല്ലാം അടിപൊളിയായിരുന്നു. അത് മോള് കഴിഞ്ഞത്തെ ആക്ടിൽ തന്നെ എല്ലാം പ്രൂവ് ചെയ്തതാണ്. സോ എനിക്ക് ലൈക്ക് അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ വെരി നൈസ് പെർഫോമൻസ്. അടുത്ത പ്രാവശ്യം ഇതിലും കിടലാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൗഭാഗ്യ, നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു, മോളുടെ പെർഫോമൻസ് കണ്ടിരുന്നു. യു ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ്. മോളുടെ ഡയലോഗ് ഡെലിവറി ആയാലും എക്സ്പ്രഷൻസ് ഒക്കെ ആണെങ്കിലും നല്ല രസമാണ്. മോൾ ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. സോ ഫസ്റ്റ് ഷെഡ്യൂൾ ഓക്കെ, അമ്മ ട്രെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ്, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഈ ഷോ ഒരു വലിയൊരു ഷോ ആണിത്. അപ്പോൾ ഇതിൻ്റെ റീച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹ്യൂജ് ഓഡിയൻസിലേക്കാണ് എത്തുന്നത്. സോ ഈ ലെവൽ അങ്ങോട്ട് പോകുന്തോറും കുറച്ച് നമ്മൾ പ്രൊഫഷണലായിട്ട് ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തി വേണം ചെയ്യാനായിട്ട്. അതായത് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഒക്കെ ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മളുടെ ഐഡിയാസിനെക്കാട്ടിലും ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ നല്ല ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചും കൂടി മോൾക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫോമറാണ് മോൾ. ഭയങ്കര എനർജിയൊക്കെ ഉള്ള ഒരു മിടുക്കി കുട്ടിയാണ്. സോ ആ മിടുക്കൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് നല്ലൊരു കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററിന് പറ്റുമായിരിക്കും. സോ അവരെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ ആൻജോലിൻ്റെ അമ്മയുടെ അടുത്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. നല്ലതാണ്, നിങ്ങളുടെ ഐഡിയാസ് നല്ലതാണ്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഒരാളെയും കൂടെ ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വേറെ ആയിരിക്കും. ബട്ട് നല്ലോണം പെർഫോം ചെയ്തു 3 പേരും. ശ്രീനിവാസൻ കിടിലമായിരുന്നു, ചിരി വരുമായിരുന്നു കണ്ടിട്ട്, അടിപൊളിയായിരുന്നു. ഫിലോമിനായിട്ട് വന്ന ആൾ എക്സ്ട്രാ ഓർഡിനറി, സൂപ്പർബായിരുന്നു. ടൈമിങ്ങും എക്സ്പ്രഷൻസ് ഒക്കെ സൂപ്പർബായിരുന്നു. ആൻജലിനെ പറയേണ്ട ആവശ്യമില്ല, എപ്പോഴും അടിപൊളി പെർഫോമറാണ് ആൻജലിൻ. സോ ഇത് കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. ഓക്കെ, വിവേകേട്ടാ. ഞാൻ ആദ്യം ശ്രീനിവാസനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടാ, നമ്മൾ അമ്മൂനൊരു പേരായിരുന്നു. ഹൈറ്റ് വൈസ് എല്ലാം സെയിം. ഞങ്ങൾ ചെറിയ ഹൈറ്റ് കുറഞ്ഞവരൊക്കെ ഭയങ്കര ക്യൂട്ടാക്കാണ്. അത് ശരിക്കും നമ്മളെ ആനെ ഇവിടെ കൊണ്ടിരുത്തിയിട്ട് അമ്മൂനെ സൗഭാഗ്യനും കൂടെ ആ റോളിൽ വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു വിവേകേട്ടാ, നന്നായിരുന്നു. ശ്രീനിവാസന് കറക്റ്റ് ആയിരുന്നു. നമുക്ക് ആനും ഞാനും കൂടെ ഇവിടെ ഒന്ന് രസിച്ചേനെ കുറച്ച് കണ്ട്. ആൻ ശരിക്കും എങ്ങനെയാണോ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം എല്ലാം എടുത്തിട്ട് കരഞ്ഞ് സോപ്പിട്ടാണോ മേടിക്കുന്നത്? ആണല്ലേ. ആഞ്ചലിന്റെ അമ്മയാണോ അപ്പൊ മറ്റേ ശ്രീനിവാസന്റെ റോൾ ചെയ്യുന്നത്? പപ്പയാണ്. ഇതേ ക്യാരക്ടറാണോ? അല്ല, അങ്ങനെ എല്ലാം ഒന്നും ചോദിക്കാറില്ല, കുറച്ചേ ഉള്ളൂ അല്ലേ? ഗോൾഡ് ഒന്നും ഇല്ല, ചെരുപ്പും ഡ്രസ്സൊക്കെ. ഇഷ്ടപ്പെട്ടത് ആകെ ഒരു കാര്യം മാത്രമേ ചോദിക്കത്തുള്ളൂ, അത് കിട്ടിക്കഴിഞ്ഞാൽ ആള് ഹാപ്പിയാണ്. എന്താണ് ഇഷ്ടപ്പെട്ട കാര്യം? എന്തോ അല്ല, അവിടെ ഷോപ്പിങ്ങിന് പോകുമ്പോ എന്താണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അത് കിട്ടും വരെ എങ്ങനെ നിൽക്കും. ഭയങ്കര ശല്യമായിരിക്കും. സെന്റിമെന്റ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമായിരിക്കും. അയ്യോ, ഒരുപാട് സംസാരിക്കാനേ കൊള്ളത്തില്ല, മുഖത്ത് നോക്കാൻ പോലും പറ്റത്തില്ല. ശരിക്കും ഇവിടെ എടുത്ത കഥാപാത്രം കറക്റ്റ് ആണ്. എന്തായാലും വളരെ മനോഹരമായിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ടുള്ള പെർഫോമൻസ് നമ്മളെ സൗഭാഗ്യ പറഞ്ഞ കുറച്ചുകൂടെ ഒരാളെയും കൂടെ വെച്ച് കുറച്ചുകൂടെ ഒന്ന് സ്പെഷ്യൽ ആക്കിക്കോ. പിന്നെ സൗഭാഗ്യ ചേച്ചി അന്നോട് പറഞ്ഞില്ലേ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യാന്ന്, അത് ഇന്ന് ചെയ്യണോ? എന്ന് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ജസ്റ്റ് അതിന് തൊട്ട് മുന്നേ പറഞ്ഞാൽ നമുക്ക് എന്ന് വേണമെങ്കിലും ചെയ്യാം. ആൻജലിന് എന്നാണോ ചെയ്യേണ്ടത് അന്ന് നമുക്ക് ചെയ്യാം. ഇന്ന് ചെയ്യണം. എടുത്തു വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്ലാൻഡ് ആയിട്ടുണ്ടോ ഡബ് സ്മാഷ്? ഡബ് സ്മാഷ് ചേച്ചിക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്ന് സൗഭാഗ്യം കൂടെ പുള്ളിക്കാരിക്ക് ഡബ് സ്മാഷ് ചെയ്താൽ മതി. ഞാൻ തോന്നുന്നത് ഈ സംഭവത്തിൽ മറ്റേ ഫിലോമിനയുടെ റോള് വേണമെങ്കിൽ സൗഭാഗ്യം ചെയ്തോ. കൊച്ചെ ഒന്ന് നിന്നേ, നമ്മുടെ ഈ മേസ്ത്രിയുടെ വീട് ഏതാ? മേസ്ത്രിയോ? ആ, ഈ കെട്ടിടം പണിയൊക്കെ മേൽനോട്ട് നടത്തുന്ന മേസ്ത്രി ഇവിടെ അടുത്തെവിടെയാണ്. സുകുമാരൻ, ഭാര്യയുടെ പേര് കാഞ്ചന. ആ കാണുന്നത് തന്നെയാ. ഓ തള്ള വന്നു. നിന്നോട് പോവാല്ലേ പറഞ്ഞ? പോവാൻ കെട്ടുമുട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്ക മനുഷ്യനെ നാണം കടത്താനായിട്ട്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലടി മോളെ അമ്മായി വന്നത്. ഓ പിന്നെ ഒരാളുടെ ശല്യം വേണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നത്. ഇവിടെയും സൗകര്യം എന്തെല്ലാന്ന് വെച്ചാ
ഇവിടെ താമസിക്കുന്നവരെ നല്ല അന്തസ്സുള്ളവരാ. ഈ കാലത്തിലുള്ള നിങ്ങൾ സുഖേട്ടൻ്റെ ബന്ധു എന്നറിഞ്ഞാൽ പിന്നെ സുഖേട്ടൻ ജീവിച്ചെന്നിട്ട് കാര്യമില്ല. അതിന് മാത്രം എനിക്ക് എന്താണ് ഒരു കുറവ്? നിങ്ങളോട് പോകാൻ പറഞ്ഞത്. എടി, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെൺകോതനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളച്ചോളാടി ഞാൻ. അപ്പുറത്തപ്പുറത്തുള്ളവർക്ക് കേക്കൊല്ലണ്ട് ഈശ്വരം. കേക്കട്ടടി എല്ലാവരും കേക്കട്ടെ. നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ചേട്ടനീമാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത നിനക്ക് ഞാൻ വെച്ചണ്ടടി. അമ്പടി, നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ? നല്ലൊരു പെർഫോമൻസ് ആയി. സൗഭാഗ്യ ചേച്ചിയുടെ കൂടെ ഒരു ഡബ് സ്മാഷും എന്തായാലും സാധിച്ചിട്ടി അല്ലേ? എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ലൈവ് ഡുവറ്റ് ഒരു സ്മോൾ ബേബി ആയിട്ട് ഞാൻ ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു എൻജ്വൽ, എന്നെയും കൂടി ഇൻവൈറ്റ് ചെയ്ത് ഈ സീൻ ചെയ്തതിന്. താങ്ക് യു. ഓക്കെ, എന്തായാലും നല്ല കമന്റ്സ് ആണ് ജഡ്ജസിൻ്റെ നിന്ന് കിട്ടിയത്. അടുത്ത പെർഫോമൻസസ് ഒക്കെ ഇതിൽ നിന്നും നല്ല സ്പിരിറ്റോടു കൂടി നന്നായിട്ട് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി ഈ എപ്പിസോഡിലെ അടുത്ത ഫാൻ ആരാണെന്ന് അറിയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ആരായിരിക്കും എന്നുള്ളത്? എനിക്കൊരു ഐഡിയ ഇല്ല. അമ്മൂന് ഐഡിയ ഉണ്ടോ? പാട്ടാണോ ഡാൻസ് ആണോ? പാട്ടാണ്. ഞാനൊരു ക്ലൂ തരാം. ഈ ഒരു ഇമ്മിണി ബല്ലൊരു ഫാൻ ഈ ഒരു ഷോയുടെ ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ഗൗരി ലക്ഷ്മി. ഇതാരത്? എനിക്ക് ഇത് എത്ര പാവാട ഇട്ടിരുന്നത്? റോസ് അതിന്റെ മുകളില് വൈറ്റ് പിന്നെ ബ്ലാക്ക്. എനിക്ക് വെറൈറ്റിയാണ്. ഓർണമെന്റ്സ് ഫുൾ റെഡ്, എല്ലാ കളറും ഉപേക്ഷിച്ചു. ഒരു മേക്ക് ഓവർ ചെയ്ത പോലെ അല്ലേ? നമ്മൾ വിചാരിച്ചു ഗൗരിലക്ഷ്മി പുതിയ കളർ ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് വരും എല്ലാ റൗണ്ടിലും. എനിക്ക് എല്ലാ റൗണ്ട്സിലെയും ഡ്രസ് എനിക്ക് ഓർമ്മയുണ്ട്. റെഡ് പിന്നെ വൈറ്റ്. ഇപ്പൊ ഭയങ്കര കളർഫുൾ ആയിട്ട് വന്നേക്കുന്നു. വേറൊരു കുട്ടീനെ പോലെ അല്ലേ? നെറ്റിന്നൊക്കെ എന്തൊക്കെ ഇറങ്ങി താഴെ വന്ന് നിപ്പുണ്ട്. നെറ്റിച്ചുട്ടിന്ന് പറയുന്നു. എന്തോ സ്പെഷ്യൽ പെർഫോമൻസ് അല്ലേ ചെയ്യാൻ പോണേ അല്ലേ ഗൗരി? കുട്ടിയോട് തന്നെ ചോദിക്കാം എന്താണ് ചെയ്യാൻ പോണേ നമുക്ക് വേണ്ടിട്ട്. ഫുൾ മറ്റേ ഭയങ്കര ഗൗരി ലക്ഷ്മി എല്ലാരും കണ്ടൊരു എക്സൈറ്റ്മെന്റിൽ നിക്കാണ്. എന്താ പറയണ്ടേ ഒന്നും അറിയില്ല. തിളക്കം. ലക്ഷ്മി ചേച്ചി ചോദിച്ചാലേ പറയുള്ളൂ. അയ്യോ ആണ്. ലക്ഷ്മി ചേച്ചി ചോദിച്ചാലേ പറയുള്ളൂ. ചോദിക്കൂ ലക്ഷ്മി ചേച്ചി. അതെ ചോദിക്കൂ. ഗൗരി കുട്ടി ഇന്ന് എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? ദേവരാജ മാസ്റ്റർക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. ആണോ? ആദ്യത്തെ പാട്ടാണ് ഗൗരി കുട്ടി പാടാൻ പോകുന്നത്. ഏത് പാട്ടാ അത്? പ്രിയ സഖി ഗംഗ. പ്രിയ സഖി ഗംഗ അടിച്ച് കാറ്റ്. ഒരു ചെറിയൊരു ഇടവേള. ഒരു ചെറിയ ഇടവേള ഉണ്ട് വായില്. അപ്പൊ അടിച്ചു പൊളിച്ച് പാടാൻ പോലെ. ഓൾ ദി ബെസ്റ്റ്. All the best. പ്രിയ സഖി ഗംഗേ പറയൂ ഹിമഗിരി ശൃംഗമേ പറയൂ എൻ പ്രിയതമനിവിടെ. ഓ പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയ മാനസനിവിടെ. ഓ പ്രിയ സഖി ഗംഗേ.
നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, നന്നായിട്ട് പാടി. അതിന് ആദ്യമായിട്ടാണോ മോൾ ഈ പാട്ട് പാടുന്നത്? ഇല്ല, വീട്ടിൽ ഒരുപാട് വർഷം പാടി പ്രാക്ടീസ് ചെയ്തിട്ടാ പാടുന്നത്. പ്രാക്ടീസ് ചെയ്തതെന്നല്ല, ആദ്യമായിട്ടാണോ ഒരു സ്റ്റേജിൽ ഈ പാട്ട് പാടുന്നതെന്നാണ് ചോദിച്ചത്. ആണോ ആദ്യമായിട്ടാണോ ഒരു സ്റ്റേജിൽ ഈ പാട്ട് പാടുന്നത്? എന്നാലും ചേട്ടനോടും ചേച്ചിമാരോടും ചോദിക്കാം നമുക്ക്. സൗഭാഗ്യ, ചക്കര കുട്ടിയായിട്ട് പാടി, എന്താ പറയാ മോൾ, ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഇങ്ങനെ ഒരു സോങ് എടുത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ മോൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു പ്രായത്തിൽ ഇത്രയും ശ്രുതി ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ വോയിസ്. നേരത്തെ ഒരു കണ്ടസ്റ്റൻ്റ് അടുത്ത് വിവേക് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പാട്ടിനെ പറ്റി അധികം അറിയില്ല, പക്ഷേ ലൗഡായിട്ട് പാടിയാൽ കുറച്ച് നന്നായിരിക്കും എന്ന് വിവേക് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. മോൾ നല്ല ലൗഡ് വോയിസിലാണ് പാടുന്നത്, കോൺഷ്യസ് അല്ല ഒട്ടും. ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊന്നും മോൾ ആലോചിക്കാതെ അതെ, ഒത്തിരി നന്നായിട്ട് പാടി മോളെ. കീപ് ഇറ്റ് അപ്പ്. ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് മോൾക്ക് നല്ലോണം ഫീൽ ചെയ്തു. അത്രയും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രായത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ പറ്റുള്ളൂ. സോ വെരി ഗുഡ്. അമ്മു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൗരിക്കുട്ടി, അടിപൊളിയായിട്ട് പാടി. എല്ലാം ചേച്ചി പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ആൻറ്റീനോടാണ്, ഇത്രയും നല്ല നല്ല സോങ്സ് സെലക്ട് ചെയ്ത് മോളുടെ വോയിസിന് ആപ്റ്റായ രീതിയിൽ, അതും പഴയ കാലത്തെ സോങ്സൊക്കെ മോൾക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ട്. എങ്ങനെ ഈ പാട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന മോളുടെ വോയിസിന് ആപ്റ്റായിട്ട് പാടാൻ പറ്റുമെന്നൊരു സംശയമായിരുന്നു. ചെറിയ കുട്ടികൾ ഈ പാട്ട് പാടി അങ്ങനെ കേട്ടിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്കും ഇത് പാടി പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്കും ബുദ്ധിമുട്ട്. എനിക്ക് ആ പാട്ട് അങ്ങനെ പാടാൻ പറ്റാറില്ല. പക്ഷെ റെക്കോർഡിംഗ് കേട്ട് തന്നെ പഠിച്ചതാ. അപ്പൊ പാടാൻ പറ്റി, അത് ഞാനും പ്രതീക്ഷിച്ചില്ല. അതൊരു വലിയ കൈയടി ഗൗരിക്കുട്ടിക്ക്. ആരെടുത്താ പാട്ട് പഠിക്കുന്നത്? RLV രാജു സാറാണ് ക്ലാസിക്കൽ പഠിപ്പിക്കുന്നത്. പിന്നെ ചുമയാണ്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു, എപ്പോഴാ പാട്ടിനിടയ്ക്ക് ചുമക്കോന്ന്. സൗണ്ട് ഒന്നും ഒരു ഇടർച്ച ഒന്നും വന്നില്ല, എല്ലാം പക്ക. അത് ഇത്രയും ഹൈ വോളിയത്തിലൊക്കെ പാടിയിട്ടും. പിന്നെ ഒരു കാര്യം എടുത്തു പറയണ്ട, ഫസ്റ്റ് പ്രിയ സഖി ഗംഗ അതില് ഈ ഒരു ഗ്യാപ്പ് ഇട്ടാണ് വേർഡ്സ് പറയുന്നത്. ആ കൗണ്ട്, ആ ബീറ്റ്സ് മോൾ ഓർത്ത് കറക്റ്റ് ആയിട്ട് പാടി. അത് കരോക്കേനെ പാടുമ്പോൾ കുറച്ച് ചിലപ്പോൾ ഇത്തിരി ലീഡ് ഇട്ട് പാടിയാൽ തന്നെ അതിൻ്റെ താളം മൊത്തം പോകും. അപ്പോൾ ആ ടൈമിങ് കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത പാടുന്ന, അത് ഈ ഏജിൽ ശരിക്കും ഒരു അത്ഭുതമാണ് കേട്ടോ ഈ കുട്ടി. ഒരു ഗോഡ്സ് ഗിഫ്റ്റ് ആണ്. ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാലിൽ താളമൊക്കെ പിടിച്ചാ പാടുന്ന, ആ ഷൂസ് ഒക്കെ ഇട്ട് പൊക്കി ഇങ്ങനെ താളം പിടിക്കണമെങ്കിൽ ഇവിടുന്ന് കറക്റ്റ്. വിവേകേട്ടൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഗൗരിക്കുട്ടി അവിടെ പാടുമ്പോ അമ്മയുടെ മുഖത്താണ് ടെൻഷൻ. അമ്മ ഒപ്പം പാടുന്നുണ്ട്, ലൈൻസ് ഒക്കെ അമ്മയും സംഗതിയൊക്കെ പാടുന്നുണ്ട് അവിടെ എടുത്തിട്ട്. എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഗൗരിക്കുട്ടി. ഗൗരിക്കുട്ടി ഒരു വക മിണ്ടുന്നില്ല. എനിക്ക് എന്തൊക്കെ ഗൗരിക്കുട്ടി പാട്ട് പാടാൻ മാത്രം വാ തുറക്കുള്ള. ഗൗരിക്കുട്ടി ഭയങ്കര സൈലന്റ്. ഇങ്ങനെ തന്നെയാണോ ഗൗരി? ഭയങ്കര സൈലന്റ് അല്ല, വയലന്റ് ആണോ? ചട്ടമ്പിയാണ് ഇവിടെ വാ തുറക്കാത്തത്. ഗൗരിക്കുട്ടിക്ക് എന്താ ഏറ്റവും ഇഷ്ടമുള്ളത്? പാട്ട് പാടാൻ. അയ്യോ, ആഹാരം എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള? ചോറ് തിന്നിട്ട് ദിവസങ്ങളായി. ആണോ, ചോറ് കഴിക്കില്ലേ? ഭക്ഷണമേ കഴിക്കാറില്ല, വല്ലപ്പോഴും കുറച്ചൊക്കെ. തള്ളാണല്ലേ ഫുൾ. വേറെ എന്താ ഏറ്റവും ഇഷ്ടം? ചോക്ലേറ്റ് ആണോ ഇഷ്ടം? എന്തെങ്കിലും ഒന്ന് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുത്തേനെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നും അങ്ങനെ ഇഷ്ടമുള്ളതായിട്ടൊന്നുമില്ല ഭക്ഷണ കാര്യത്തില് ഇതുവരെ. ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് ഈ ഡ്രസ്സ് ഓരോ സമയത്ത് ഓരോ ഡ്രസ് ഇട്ട് വരുമ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗൗരിക്കുട്ടിയുടെ അടുത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണത് കുട്ടി ഏത് ഡ്രസ്സിൽ വരുന്ന ഒരുങ്ങി നടക്കുന്നത്, ഒരുങ്ങി വരുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ശരിക്കും ഞെട്ടിച്ചു ഞങ്ങള് ഫ്രോക്ക് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ഇതാരാ മേടിച്ച ഡ്രസ്? ഞാനും അമ്മയും അച്ഛനും വാവയും. എന്റെ അടുത്ത് ഞാൻ എനിക്കൊരു ചോദ്യം ചോദിക്കാം, ബുദ്ധിയുള്ള ആളാണെങ്കിൽ പറ, ഈ പാട്ട് ആരാ പാടിയത്? ഇപ്പൊ പാടിയത് ഗൗരി. പാടിയതല്ല, ശരിക്കും പാടിയതാരാ? ശരിക്കും പാടിയതാണ് ഗൗരിക്കുട്ടി. ഇപ്പൊ പാടിയത് പോട്ടെ, ഇതാരാ എഴുതിയതെങ്കിലും പറ. വയലാർ. എന്നാ ഞാൻ കണ്ണടച്ച് പറയട്ടെ. പറ. അത് മൈക്ക് കൂടെ വെച്ച് പറയണം. മൈക്ക് പാട്ട് എഴുതിയെന്ന് പറയട്ടെ. വയലാർ. ഇനി വിവേകേട്ട കണ്ടടിച്ച് പറയൂ, ആരാ പറഞ്ഞു? ഈ പാട്ട് ആരാ പാടിയ? ചോദ്യാണ് പറയണ്ട, ഗൗരിക്കുട്ടിയാണ് പാടിയത്. ഗൗരി തന്നെയാണ് ചോദിച്ചേക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ ഗൗരിക്കുട്ടി ആരാ പാടിയ? കണ്ണടച്ച് ഞാൻ പറയട്ടെ. കണ്ണടച്ച് പറഞ്ഞു. മാധുര്യമ്മ.
എല്ലാം പറയുമ്പോ കണ്ണടക്കണേ. അമ്മ കണ്ണടച്ചിട്ടാണോ പറയാറ്? അതാണ് അമ്മ പഠിപ്പിച്ചെടുത്തോലെ തന്നെ പറഞ്ഞു. അതെന്തിനാ എല്ലാം കണ്ണടച്ചു? അതിപ്പോ ഇറക്കിയതാ, ഞാൻ അറിഞ്ഞിട്ടില്ല. നല്ലൊരു പെർഫോമൻസ് ഗൗരി ലക്ഷ്മിയുടെ നമ്മൾ കണ്ടു. ഇനി അടുത്ത തവണ വരുമ്പോൾ പാട്ടിനേക്കാളും കൂടുതൽ എന്ത് ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ട് വരുന്നത് ഗൗരിക്കുട്ടി. ഇതൊക്കെ കാണാനാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത്. എന്തായാലും പെർഫോമൻസും ഇതിന്നും നന്നായിട്ട് പാടാൻ നോക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. All the best. Thank you. Fashion partner for Vivek Gopan, Malavika Nair and Lakshmi. Central Mall, Trivandrum. Costume courtesy for Saubhagya, Thans. Accessories for Malavika Nair, Alfonsa. Accessories for Lakshmi, Alfonsa.